ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നോമ്പൊക്കെ തുടങ്ങിയില്ലേ? ഇത് ഞാൻ ഫസ്റ്റ് നോമ്പിന് അത്താഴത്തിന് എണീറ്റതാണ് കേട്ടോ. അപ്പോൾ ഷീനു അച്ചുമൊക്കെ നോമ്പ് എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് രണ്ടാളും എണീറ്റിട്ടുണ്ട്. ഇവിടെ മക്കൾക്കും അനീഫ്ക്കാക്കൊന്നും അത്താഴത്തിന് ചോറ് വേണ്ട കേട്ടോ, അധികവും കഴിക്കുക പത്തിരിയാണ്. അപ്പം ഇന്നിപ്പോൾ ഫസ്റ്റ് ദിവസം ആയതുകൊണ്ട് തന്നെ ഞാൻ ദോശ ചുട്ടതായിരുന്നു. ഇനിയിപ്പോൾ നാളൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മൾ പത്തിരി ഉണ്ടാക്കൂലേ, ആ സമയത്ത് കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ട് അതാണ് എല്ലാവരും കഴിക്കുക. പിന്നെ അതുപോലെ തന്നെ ഞാൻ കുറച്ച് ചിക്കൻ കറിയും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇതാ ഷീനു അച്ചും വാട്ടർമെലൻ കഴിക്കുകയാണ് കേട്ടോ. അച്ചുവിന് ഭയങ്കര ഇഷ്ടമാണ്, ഏത് സമയത്തും കഴിച്ചോളൂ. ഞാനത് ആ സമയത്ത് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ്. കാരണം അത്താഴത്തിന് കഴിച്ച പാത്രം അപ്പം തന്നെ കഴുകും കേട്ടോ, അല്ലെങ്കിൽ രാവിലെ നമ്മൾ കിച്ചണിലേക്ക് വരുമ്പോൾ ആകെ ഒരു വൃത്തികേടാണല്ലോ. പിന്നെ ഇന്ന് അച്ചുവിന് ക്ലാസ്സില്ല, ഷിനുവിനും ഫിദുവിനൊക്കെ ക്ലാസ്സുണ്ട്. രാവിലെ ഞാൻ അത്രയ്ക്കേ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ ഇതാ വൈകിട്ടുള്ള പരിപാടികളാണ് കേട്ടോ. രാവിലെ ഞാൻ പത്തിരി പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു, എന്നാൽ വൈകുന്നേരം ഒക്കെ കൂടെ ഒരു തിരക്കാവുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ അതുപോലെ തന്നെ നല്ല ചൂടല്ലേ, അപ്പോൾ നമ്മൾ ഒരുപാട് സമയം ഇങ്ങനെ കിച്ചണിൽ നിൽക്കുന്നേക്കാളും നല്ലത് കുറച്ച് കാര്യങ്ങളൊക്കെ രാവിലെ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഞാൻ പത്തിരി പരത്തിയിട്ട് 2 കാസറോളായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചുട്ടെടുത്താൽ മതിയല്ലോ. പിന്നെ ഇന്ന് ഉണ്ടാക്കുന്നത് ബീഫ് കറിയും ബീഫ് വരട്ടിയതും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ അതാ രണ്ടിനും കൂടെ ആയിട്ട് ഞാൻ ഒരുമിച്ചാണ് കേട്ടോ വെക്കുന്നത്. ആദ്യം ബീഫ് ഇട്ടു, അതിലേക്ക് സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക, എല്ലാം ഒരുമിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഏകദേശം 3 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഇത് കാശ്മീരി മുളകാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ നല്ല കളറുണ്ടാവും. ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട, ഏകദേശം 1 ടീസ്പൂൺ മുളക് പൊടിയെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ അധികം എരിവും ഉണ്ടാവില്ലല്ലോ. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടുപ്പത്ത് വയ്ക്കാം. ആദ്യം കറി അങ്ങോട്ടാക്കി വെച്ചാൽ ഇതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് പണികൾ തീർക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇന്ന് സ്നാക്കായിട്ട് ഞാൻ ആദ്യം അനീഫ്ക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു, എണ്ണയിൽ പൊരിച്ചെടുത്ത സ്നാക്സ് മാക്സിമം കുറയ്ക്കാണ്. പക്ഷേ കഴിയില്ല. എന്നാലും ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് എണ്ണയിലൊന്നും പൊരിക്കാത്ത, ഫ്രൈ ചെയ്യാത്ത അങ്ങനത്തെ ഒരു സ്നാക്കാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ് എന്നാൽ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എൻ്റെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. അതുപോലെ വീഡിയോസൊക്കെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഞാൻ ബീഫ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മൈദ ഒന്ന് കുഴച്ചിട്ട് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണേ. അപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്ത് വെക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം ചെയ്ത് വെക്കുക കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 3:30 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊക്കെ ഒന്ന് ചെയ്ത് വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ അസ്രസ്കാരത്തിന് ശേഷം ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഞാൻ ഏകദേശം 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും ആവശ്യത്തിന് ഉപ്പ്, 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇളം ചൂടുള്ള വെള്ളം കൊണ്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്. ഇനിയിപ്പം പാൽ വെച്ചിട്ട് കുഴച്ചെടുത്താലും മതി. ഇനിയിപ്പോൾ പാലില്ലാന്ന് വിചാരിച്ച് പ്രശ്നമില്ല. ഞാൻ ചെറിയ ചൂടുള്ള വെള്ളം വെച്ചിട്ടാണ് കേട്ടോ കുഴച്ചെടുക്കുന്നത്. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണേ. വേണമെങ്കിൽ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടും നന്നായിട്ട് കുഴച്ചെടുക്കുക. പക്ഷേ ഞാൻ കൗണ്ടർ ടോപ്പിലൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഈ പാത്രത്തിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താണ്. നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇനി നമുക്കതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണേ. 1 മണിക്കൂറിന് ശേഷം നമുക്കൊന്ന് നോക്കാം. ഇനിയിപ്പോൾ നമുക്കതിലേക്കുള്ള മസാലകളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം ചിക്കനിൽ ഒന്ന് മസാല പറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ സ്നാക്ക് ആവശ്യമുള്ള ചിക്കൻ, എല്ലില്ലാത്ത ചിക്കനാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ചിക്കനിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും ഗരം മസാലപ്പൊടിയും ഇത്രയും ചേർത്തിട്ട് ഒന്ന് മസാല പറ്റി വെച്ചതായിരുന്നു. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് മസാല പറ്റിയിട്ട് ഒരു 15 മിനിറ്റ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാനും കൂടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് അത്താഴമൊക്കെ കഴിഞ്ഞിട്ട് സുബൈസ്കാരൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ. എൻ്റെ സൗണ്ടിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. ഇന്ന് എന്താ പറയുക, അൽഹംദുലില്ലാ, അള്ളാൻ്റെ അനുഗ്രഹം കൊണ്ട് വലിയൊരു അപകടത്തിൽ നിന്നാട്ടോ ഞാൻ കഴിച്ചിലായത്. കാരണം ഞാൻ അത്താഴത്തിന് വേണ്ടിയിട്ട് വർക്ക് ഏരിയയിൽ നിന്നാണ് ഫുഡൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കലും എന്തെങ്കിലും ഉണ്ടാക്കുകയൊക്കെ ചെയ്യേ. ഞാൻ രാവിലെ 4 മണിക്ക് എണീറ്റിട്ട് വർക്ക് ഏരിയയൊക്കെ ഇറങ്ങിയതായിരുന്നേ. ആ സമയത്ത് വർക്ക് ഏരിയയിൽ ഒരു പാമ്പ്, അധികം വലിപ്പമൊന്നുമില്ല, പക്ഷേ നല്ല വിഷമുള്ള എന്തോ സംഭവമാണ് കേട്ടോ. എന്താ പേരെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എങ്ങനെ എൻ്റെ വർക്ക് ഏരിയയിൽ നിന്ന് കിച്ചണിലേക്കും അതുപോലെ തന്നെ അനീഫ്ക്കാൻ്റെ അടുത്ത് എത്തിയതെന്ന് എനിക്കറിയില്ല.
അനീഫ്ഖാനെ വന്ന് വിളിച്ചിട്ട് പറഞ്ഞു പാമ്പുണ്ട് വർക്കേരിയെന്ന് പറഞ്ഞിട്ട് അനീഫ്ഖ വന്ന് നോക്കിയാൽ പറഞ്ഞു പാമ്പ് തന്നെയാണ് നോക്കി നിൽക്കുന്നത് പറഞ്ഞിട്ട് ഞാൻ നോക്കി നിന്നിട്ട് അനീഫ്ഖ ഒരു വടിയെടുത്ത് വന്നിട്ട് അതിനെ മാറ്റിയിട്ടോ. പക്ഷേ എനിക്ക് എൻ്റെ വിറയൽ ഇപ്പോഴും മാറിയിട്ടില്ല. കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് അള്ളാൻ്റെ ഒരു അനുഗ്രഹം എന്നൊക്കെ പറയില്ലേ, കാവൽ എന്നൊക്കെ, അൽഹംദുലില്ലാ എത്ര സ്തുതിച്ചാലും മതിയാവില്ല അള്ളാഹുവിനെ. കാരണം ഒരു ജസ്റ്റ് അതിൻ്റെ അടുത്ത് കൂടെയാണ് ഞാൻ പാസ് ചെയ്തത്. എൻ്റെ അടുപ്പിൻ്റെ നേരായിട്ട് നിലത്തിങ്ങനെ കിടക്കുകയായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ കിച്ചണിൽ നിന്ന് വർക്കേരിയയിലേക്ക് അടുപ്പിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഉള്ള ആ നേരെ എന്തോ എനിക്കൊരു ഞാൻ അങ്ങതിലെ പോവാതെ പൈപ്പിൻ്റെ അടുത്ത് കൂടെ ഇതിലിങ്ങനെ എന്തിനാ അങ്ങനെ ഞാൻ പാസ് ചെയ്തതെന്ന് ഇപ്പോഴും എനിക്കറിയില്ല. പക്ഷേ എന്തോ അള്ളാൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് ഞാൻ അത്രയും എനിക്ക് ഇപ്പോഴും അതിൻ്റെ വിറയൽ മാറിയിട്ടില്ല. ഞാൻ അതിൻ്റെ അടുത്ത് കൂടെയാണ് പോയതെന്ന് ആയിരിക്കും ഇപ്പോഴും എനിക്ക് എന്താ പറയുക പേടിച്ചിട്ടും വിറയിക്കുകയാണ് കേട്ടോ എനിക്ക്. അപ്പോൾ അതെൻ്റെ സൗണ്ട് കൊടുക്കുന്നതിലും നന്നായിട്ട് പ്രതിഫലിക്കുന്നുണ്ടാവും. കാരണം എനിക്ക് സൗണ്ട് കൊടുക്കാൻ കൊണ്ട് എന്താ പറയുക എത്ര സംസാരിച്ചിട്ടും കൊണ്ട് റെഡി ആവണില്ല. എന്താ അത്രയും കൊണ്ട് പേടിച്ച് പോയിട്ട് അത് ഞാനിവിടെ പറയാൻ വിചാരിച്ചതല്ല. ജസ്റ്റ് ഞാൻ എൻ്റെ സൗണ്ടിൽ ഇങ്ങനെ എപ്പോഴും ആ വിറയൽ നിൽക്കുന്നതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. എന്താ പറയുക നമ്മൾ അള്ളാനെ എത്ര സ്തുതിച്ചാലും മതിയാവില്ലേ, അള്ളാൻ്റെ ഒരു കാവൽ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ നമ്മുടെ ബീഫൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് കറിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. തേങ്ങ അരച്ചിട്ടുള്ള കറി വെക്കാനാണ് കേട്ടോ വിചാരിച്ചിട്ടുള്ളത് പത്തിരിയിലേക്ക്. അപ്പോൾ അതൊരു ഒരു മൺചട്ടിയിലേക്ക് കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് ഞാൻ വരട്ടാനായിട്ട് ഒരു ഇരുമ്പിൻ്റെ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് ചെറിയുള്ളി ഇട്ടിട്ട് അതൊന്ന് ബ്രൗൺ നിറായി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയും കുറച്ച് ഇറച്ചി മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് പച്ചമണം മാറിയതിന് ശേഷം നമ്മുടെ വെന്ത ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണേ. പിന്നെ നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച അതേ ഓയിലിലേക്ക് ഞാൻ ഏകദേശം ഒരു ചെറിയ കഷ്ണം കാബേജും ഒരു ക്യാരറ്റും ഒരു പകുതി ക്യാപ്സിക്കും ഒരു പകുതി സവാളയും അത്രേ അരിഞ്ഞത് അതേ പാനിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചിക്കൻ ഫ്രൈ ചെയ്ത് അതേ പാനിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് സമയത്തിട്ട് വഴറ്റണ്ട. ആ പച്ചക്കറിയുടെ ഒരു പച്ചച്ചോവ മുഴുവനായിട്ടും മാറിപ്പോവാതെ. എന്നിട്ട് അതിലേക്ക് ഏകദേശം ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും മാത്രം ഇട്ട് കൊടുത്താൽ മതി, മസാലപ്പൊടികൾ. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കണേ. അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ചിക്കനും അതുപോലെ തന്നെ ഞാനൊന്ന് മിക്സിയുടെ ജാറിലൊന്ന് പൾസ് ചെയ്തിട്ട് അതും എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ഇടയിൽ ഞാൻ പാലുവാഴക്ക ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പത്തിരി രാവിലെ തന്നെ പരത്തി വെച്ചതുകൊണ്ട് വലിയൊരു പണി അത് കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, മൈദയുടെ മാവ്. ഇനി നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എയർ ബബിൾസൊക്കെ ഒന്ന് പോകട്ടെ. ഒരുപാട് സമയത്തിട്ട് കുഴക്കണ്ട. ഇനി നമുക്കിത് ഇതുപോലെ ഓരോ പീസാക്കി എടുക്കണേ. ഞാൻ കാണിച്ചു തരാം. കയ്യിൽ കുറച്ച് ഓയിലാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഞാനൊന്നും ചെയ്യാറില്ല. അതുകൊണ്ടാണ് ഇതുപോലെ പത്തിരി പലകമ്മൽ വെച്ചിട്ട് ചെയ്യണത്. അപ്പോൾ എനിക്ക് കുറച്ചൊരു പ്രയാസമായിട്ട് തോന്നിയപ്പോൾ ഇനിയിപ്പോൾ ഞാനിത് ആദ്യം ഒന്ന് കട്ട് ചെയ്യാൻ ശ്രമിച്ചു നോക്കി. പക്ഷേ പിന്നെ ഇവിടുന്ന് പറ്റാത്തതുകൊണ്ട് ഞാൻ അത് അപ്പുറത്ത് കൊണ്ടുപോയിട്ട് കട്ട് ചെയ്ത് കൊണ്ടുവന്നേ. ഞാൻ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഓരോ ബോൾസ് ആക്കിയിട്ട് നേരത്തെ മാവ് കഴിച്ച് അതേ പാത്രത്തിൽ ഇട്ടിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമായ ബോൾസ് മാത്രം എടുത്തിട്ട് ബാക്കി അടച്ചു വെക്കണേ. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. പിന്നെ ഞാൻ ആദ്യം ഇവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് സ്നാക്കൊന്നും ഉണ്ടാക്കൂല, കാരണം നമ്മൾ നല്ല ചൂടല്ലേ. അപ്പം ഇനിയിപ്പോൾ എണ്ണയിൽ വറുത്ത് കോരിയതാണെങ്കിലൊക്കെ ഓരോന്നോ രണ്ടെണ്ണമൊക്കെ കഴിച്ചാൽ മതി. കാരണം നല്ല ചൂട് കാലാവസ്ഥ അല്ലേ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ റമദാൻ 30 ദിവസവും കഴിക്കുകയല്ലേ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പലഹാരങ്ങൾ. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾ 6 ആൾക്ക് കണക്കാക്കിയതായിരുന്നു. പക്ഷേ ഒന്നധികമായി, അങ്ങനെ 7 എണ്ണമായിട്ടുള്ളത്. പക്ഷേ ഇതൊന്ന് കഴിച്ചാൽ മതി, ഒന്നാൽ തന്നെ നമുക്ക് വയറ് നന്നായിട്ട് ഫില്ലാവും. ഈ ഒരു കട്ടിക്ക് ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചുട്ടെടുക്കാം. ഇത് നന്നായിട്ട് പൊള്ളിയിട്ട് വരണം കേട്ടോ. അപ്പോഴേ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് മസാല ഒക്കെ നിറയ്ക്കാൻ പറ്റുള്ളൂ. തിരിച്ചും മറിച്ചിട്ടിട്ട് നന്നായിട്ട് പൊള്ളിച്ചെടുക്കുക. പിന്നെ ഞാൻ ഓരോന്ന് പരത്തിയിട്ട് അത് അപ്പം തന്നെ ഇങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, തിരിച്ചും മറിച്ചിട്ടിട്ട് നന്നായിട്ട് പൊള്ളിച്ചിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇങ്ങനെ എല്ലാം ഒന്ന് ചുട്ടെടുക്കണേ. ഒരുപാട് സമയത്തിട്ട് വേവിക്കാനുണ്ടാവില്ല. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി. പിന്നെ അനീഫ്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിയുന്നതും എണ്ണക്കടികൾ ഒഴിവാക്കുക. വറുത്ത് കോരാത്തത് സ്നാക്ക് ഉണ്ടാക്കിയാൽ മതിയെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഉണ്ടാക്കിയത്. പിന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്, മക്കൾക്ക് ഒരുപാട് ഇഷ്ടമാവും. അങ്ങനെ നമ്മുടെ നേരത്തെ റെഡിയാക്കി വെച്ച മസാല ഇല്ലേ, അത് തണുത്തതിന് ശേഷം നമ്മുടെ ചിക്കൻ ഒന്ന് പൾസ് ചെയ്തെടുത്തതായിരുന്നു, ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെച്ച് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഞാൻ അത്യാവശ്യം ചിക്കൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് മുഴുവനായിട്ടും ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ
ഇത് മയോണൈസ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ പലപ്പോഴായിട്ട് കാണിച്ചിട്ടുണ്ട്. മയോണൈസ് ഉണ്ടാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സിയിലൊന്ന് കറക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതാണിട്ടത്. എന്നിട്ട് ഇനിയിപ്പോൾ അതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം വളരെ കുറച്ച് ചില്ലി സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് പൊള്ളിച്ചിട്ട് വരണമെന്ന് പറഞ്ഞത്. എന്നിട്ട് ഇനിയിപ്പോൾ നമുക്ക് നന്നായിട്ട് മസാല ഇതിലൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം നന്നായിട്ട് മസാല വെക്കണേ, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഞാൻ അത്യാവശ്യം നന്നായിട്ട് മസാല വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മൊസറല്ല ചീസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിട്ട് ഉണ്ടാക്കിയാൽ ഒന്നും കൂടെ നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പം മൊസറല്ല ചീസ് ഇല്ലയെന്ന് വിചാരിച്ചിട്ട് പ്രശ്നമില്ല, ഇങ്ങനെ തന്നെ കഴിച്ചാലും മതി കേട്ടോ. ചീസ് വെച്ചിട്ട് ഇനിയിപ്പോൾ ഒന്ന് ചീസ് മെൽറ്റ് ആകാനായിട്ട് വെക്കുന്നുണ്ട്. അത് കഴിയുമെങ്കിൽ ഇതുപോലത്തെ ഒരു പാൻ ഉണ്ടെങ്കിൽ അതിൽ വെച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ, ഈ ഗ്രിൽ പാനിൽ. അപ്പോൾ ചെറുതായിട്ട് ആ ഗ്രില്ലിൻ്റെ ഒരു അടയാളം അങ്ങനെ അതിൽ വരുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ? അങ്ങനെ ഞാൻ മുഴുവനായിട്ടും ഗ്രില്ല് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ഏകദേശം ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അനീഫ്ക ജ്യൂസൊക്കെ അടിച്ചു. അനീഫ്ക നിതൊക്കെ വന്നിട്ട് അവർക്ക് വേണ്ട ജ്യൂസുകളൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട്. കാരണം നിതുവിന് എല്ലാ ജ്യൂസൊന്നും പറ്റില്ല, അവന് ലൈമ് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ അത് അവർ റെഡിയാക്കി. പിന്നെ വാട്ടർമെലൺ കൊണ്ട് ജ്യൂസ് അടിച്ചിട്ടുണ്ട്. നമ്മുടെ ബീഫ് കറി, ബീഫ് വരട്ടി, പിന്നെ ഞാൻ കുറച്ച് മയോണൈസ് ഉണ്ടാക്കിയത് ബാക്കിയുണ്ടായിരുന്നു. പിന്നെ പാലുവാഴക്കുണ്ട്, തരിയുണ്ട്. പിന്നെ എല്ലാ ദിവസവും അങ്ങനെ പാലുവാഴക്കും തരിയൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ. കാരണം ഫിദുവിന് ഇതും ഷിനു അച്ചൊന്നും അത് കഴിക്കൂല. ഫിദു വല്ലപ്പോഴും കഴിക്കും, മറ്റൊരുക്കാർക്കും തീരെ വേണ്ട. അപ്പോൾ പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാക്കാറുള്ളൂ. ഇന്നിപ്പോൾ ഫസ്റ്റ് ദിവസമല്ലേ, അതുകൊണ്ട് എല്ലാം ഉണ്ടാക്കിയെന്ന് മാത്രം. അങ്ങനെ പിന്നെ നോമ്പ് തുറന്നതിന് ശേഷം പിന്നെ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.